ഒരു പാട്ട് എത്ര ദിവസം എടുക്കും അതിന്റെ വരികൾ ഫുള്ളായിട്ട് കിട്ടാൻ? അല്ല, ചിലത് ഇപ്പോ നമ്മുടെ ദുഃഖങ്ങൾ തേടി നിൻ കാൽപാദം തഴുകാൻ, അങ്ങനെ ആ പാട്ടിന്റെ വരി എൻ്റെ കയ്യൊന്ന് സ്കിപ്പായി, ഞാൻ ഒന്ന് വീണിട്ട് സ്കിപ്പായി. അപ്പോൾ 9 ദിവസം കഴിഞ്ഞ പ്രതിഷ്ഠാ ദിനാണ്. അപ്പോൾ സ്കിപ്പായപ്പോൾ ഇങ്ങനെ ബാഗ് ഇട്ടു എല്ലാം ഒന്ന് ഇങ്ങനെ, അതായത് ഞാനൊരു പരിഹാരത്തിന് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നാൽ മതി, അവരുടെ എല്ലാ ബുദ്ധിമുട്ടും എനിക്കാവും തുടങ്ങും. അപ്പോൾ പരിഹാരം നാളെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇന്ന് ഞാൻ വീണു, എൻ്റെ എല്ലാം ഇവിടെ കയറി. അപ്പം എനിക്ക് ടാരോ വായിക്കാൻ പറ്റില്ല, ഷഫിൾ ചെയ്യാൻ പറ്റില്ല, കൈ ഇളകാൻ പറ്റില്ലല്ലോ. അപ്പം ആ 3 ദിവസം ഞാൻ ആർക്കും ടാരോ റീഡിങ് ചെയ്യണില്ല. അപ്പം ഞാൻ ആ സമയത്താണ് ഈ പാട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുക, വരിയടക്കം കേൾക്കണത്. അപ്പം ആ പാട്ടിൻ്റെ വരി അങ്ങനെ ആയിരുന്നില്ല, വേറെ വരിയായിരുന്നു. പക്ഷെ ആ വരി എനിക്ക് തോന്നി ഇതല്ല ഇത് ആപ്റ്റായ വരി, അല്ലെങ്കിൽ ആപ്റ്റായ ടൂണ്. വരിയും വ്യത്യാസം ഉണ്ടായിരുന്നു, ടൂണും വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഒരു മുക്കിൽ അവിടെ പണി നടക്കുന്നുണ്ട്, വീട്ടിൽ അമ്പലത്തിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടൊന്നും ഇല്ല, സത്യം പറഞ്ഞാൽ വീടൊന്നും ആയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് അടുത്ത എന്താ ഈ പാട്ട് കുഞ്ഞുട്ടിയമ്മയ്ക്ക്, കുഞ്ഞുട്ടിയമ്മ എന്നാണ് എല്ലാവരും ഈ ബാലദുർഗനെ വിളിക്കുക. എല്ലാവരും ഒരു കുട്ടിയിട്ട പേരാണ്, പക്ഷെ അത് കുഞ്ഞുട്ടിയമ്മയ്ക്ക് ദേവിക്ക് ഇഷ്ടമായപ്പോൾ ആ പേരിൽ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത്, കുഞ്ഞുട്ടിയമ്മക്കാവ് തന്നെ അറിയപ്പെടുന്നത്.